വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന ചോദ്യവുമായി കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ രംഗത്ത് വരികയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ US മധ്യസ്ഥതയിൽ നിലവിൽ വരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുപോലെ കരാർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സന്ദീപ് വാര്യർ തന്റെ പ്രതികരണം നടത്തിയത്. പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന അമിത്ഷായുടെയും അതുപോലെ രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയെന്ന ചോദ്യവും അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുകയുണ്ടായി. മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ എന്നും അദ്ദേഹം ചോദിച്ചു. മാത്രമല്ല US ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് സന്ദീപ് വാര്യർ ഈ വിമർശനം ഉയർത്തിയത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അല്ലാതെ രാജഭരണം പോലെ അവകാശം അദ്ദേഹത്തിന് കിട്ടിയതല്ല എന്നും ഭക്തജന സംഘം അത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ അവകാശമുണ്ടെന്നും പോസ്റ്റിലൂടെ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ദേശീയബോധവും അതുപോലെ രാജ്യസ്നേഹവും സംഘപരിവാറിനൊട്ടുമില്ലെന്ന കാര്യവും സന്ദീപ് വാര്യർ തന്റെ മറ്റൊരു പോസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സംഘപരിവാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരിക്കലും പോരാടിയിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ശരിക്കും. ഇന്ത്യൻ ദേശീയതയിൽ RSS വിശ്വസിക്കുന്നില്ലെന്നും അത് കോൺഗ്രസിന്റെ ആശയമാണെന്നും സന്ദീപ് വാര്യർ ശക്തമായി തന്നെ പറഞ്ഞു. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങളിൽ പലരും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നടത്തിയ നാണംകെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു. അതിൽ അത്രയും സന്തോഷം. ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി അന്ധഭക്ത ജനസംഘത്തിലെ ആർക്കെങ്കിലും തെറിവിളിക്കപ്പുറം കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. അതിൽ ആദ്യത്തേത്, ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് ശരിക്കും ഉണ്ടായത്? 2, പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന് അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ ഇപ്പോൾ എവിടെ പോയി? അടുത്തത്, പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണോ ഇക്കണ്ട നാടകമൊക്കെ നടത്തിയത്? മറ്റൊരു ചോദ്യം എന്നത്, അതിർത്തിയിൽ പാക് വെടിവെപ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആരാണിനി സമാധാനം പറയുക? ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം യഥാർത്ഥത്തിൽ അർഹിക്കുന്നില്ലേ? മറ്റൊരു ചോദ്യം എന്നത്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നും വ്യക്തമാണ്. മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയിരുന്നു. ആറാമത്തെ ചോദ്യം എന്നത്, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോടും ആലോചിക്കാതെ നടത്തിയ ഈ വെടിനിർത്തൽ ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന ഒരു നടപടിയല്ലേ ശരിക്കും? അടുത്തതായി അദ്ദേഹം ഉന്നയിച്ച ചോദ്യം, ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബലിജ് പോരാളികളെ മോദി പുറകിൽ നിന്നും ശരിക്കും കുത്തിയതല്ലേ? ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, അതല്ലാതെ രാജഭരണം പോലെ അവകാശം അദ്ദേഹത്തിന് കിട്ടിയതല്ല എന്ന് ഭക്തജന സംഘം ശരിക്കും മനസ്സിലാക്കുകയും വേണം. തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശം നിലനിൽക്കുന്നുമുണ്ട്. അസഭ്യവർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ ഒരിക്കലും കഴിയുകയുമില്ല. MN വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി ഉന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്.